എല്ലാവരും കാത്തിരിക്കുന്ന ദിലീപിന്റെ ഒരു വമ്പൻ സിനിമയാണ് ബാ ബാ ബാ. ഇത് എല്ലാവരും കാത്തിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് അഗ്നിപരീക്ഷയൊക്കെ വിജയിച്ച് പുറത്തു വന്നു. ദിലീപിനെ കോടതി വെറുതെ വിട്ടു. അതിനുശേഷം ദിലീപിൻ്റെതായി ഇറങ്ങാൻ പോകുന്ന വൻ പ്രതീക്ഷയുള്ള സിനിമയാണിത്. ഈ വിധി വന്നില്ലായിരുന്നെങ്കിലും സിനിമയ്ക്ക് അത്യാവശ്യത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാര്യം ദിലീപ് തന്നെയാണ്. ദിലീപിൻ്റെ വലിയൊരു തിരിച്ചറിവെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ ഒന്ന് തല കാട്ടി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ആൾ കയറുന്ന ഒരാൾ ഇതിലുണ്ട്. വേറെ ആരുമില്ല, ലാലേട്ടൻ ഉണ്ട് എന്നുള്ളൊരു വാർത്ത വന്നതോടുകൂടി ഈ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് കയറിപ്പോയി. അതുപോലെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ഇവരൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ എന്തായാലും റിലീസായി. ഈ പറഞ്ഞതുപോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ദിലീപ് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് വലിയൊരു വലിയൊരു പ്രതീക്ഷ എല്ലാവരും ഉണ്ട്. നമുക്ക് ആ ട്രെയിലർ ഒന്ന് എന്തായാലും കാണാം. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം വിനീത് ശ്രീനിവാസനാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത്. ഗോകുലം ഗോപാലൻ പ്രസൻസ്. നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ഇത് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ ഒരു ഒറ്റ ഫ്രെയിം വെച്ചിട്ടാണ് പറയണേ. ഇതല്ല, നേരത്തെ നമ്മൾ കണ്ടില്ല, ഒരു മിനിറ്റ്. ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. കണ്ട ഈ ഒരു ലുക്കില് നമ്മൾ, അതായത് ഈ ഒരു ഓറയില് ദിലീപിനെ കാണുന്നത് കുറേ നാളുകൾക്ക് ശേഷം എന്തുമാത്രം ഹാപ്പിയാണ് നോക്കി. തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും നോബി കുറെ നാളായില്ല സിനിമയിൽ കണ്ടിട്ട്. ഇപ്പോ ഇതിൽ നല്ലൊരു റോളായിരിക്കും എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. I will take you to the miraculous universe of the most wanted person you are searching for. ബൈജു വൺ സെറ്റപ്പ് കൊണ്ട് പടം ശരിയാളുടെ. അതെ, ഇത് കലക്കുന്നുള്ള ഉറപ്പാണ്. വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ഇത് പഴയ ദേവ്ജിയുടെ പഴയ സാധനമാണല്ലോ കലക്കി വെച്ചിട്ടുള്ളത്. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സിനിമ എത്രമാത്രം ഹിറ്റാവാൻ സാധ്യതയുണ്ടെന്ന്. ഇനി ഇത് എനിക്ക് കാണുമ്പോൾ എനിക്ക് തിയേറ്ററിൽ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആലോചിച്ച് പോകണം. അത്രയും ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതെ പറയാൻ പറ്റും. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമയെ ചെയ്യും. അവനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. അത് നടത്തം കണ്ട എന്തുട്ട സെറ്റപ്പ്. ഒരു മിനിറ്റ് ട്ടാ, ഒന്നുകൂടി പ്ലേ ചെയ്തിട്ടേ. ഒന്നൊന്നര കാലമായിരുന്നു. ചെരിഞ്ഞ് നടക്കുക. പൃഥ്വിരാജ് ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ കുറച്ച് ചെരിവ് എനിക്ക് വേണമെന്നുള്ളത്. ലൂസിഫർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കൂടുതൽ ചെരിവ് കൊടുത്തിട്ടുള്ള പോലെ ആ ഒരു ഓറ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും തിയേറ്ററിൽ വേറെ ലെവലായിരിക്കും ഇത്. മുഖത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുപ്പായാലോ, ഭയങ്കരമായിട്ട് ചെറുപ്പായി മോഹൻലാല്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടല്ലേ? ദ റിയൽ ഓജി മോഹൻലാൽ. മോനെ എൻ്റെ മോനെ, വേറെ ഒന്നും പറയാനില്ല. ഇതുപോലൊരു ട്രെയിലർ എനിക്ക് ഉറപ്പാണ് ഇത് ഷുവറായിട്ടും തിയേറ്ററുകളിൽ അത്രയും ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ദിലീപിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പീക്കിൽ നിന്നിരിക്കുന്ന സമയത്ത് പോലും ആരും ഉപയോഗിച്ചിട്ടില്ല. ആ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുരളി ഗോപിയാണ്. കമ്മാര സംഭവം എന്ന സിനിമയിൽ അതിൽ നമുക്ക് ദിലീപ് എന്നൊരു നടനെ അതിൻ്റെ ഒരു 75% ദിലീപിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ തിരക്കഥാകൃത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സിനിമയാണ്.
കമ്മാര സംഭവം എന്ന സിനിമയിൽ രതീഷ് അമ്പാട്ടാണ് അദ്ദേഹത്തിനെ വെറും 75% ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഫുൾ പൊട്ടൻഷ്യൽ അപ്പോഴും എടുത്തു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ദിലീപിനെ ഇനിയും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും കോടതി അയാളെ വെറുതെ വിട്ടു. നമ്മളൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ കോടതികളുടെ വിധികളെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ദിലീപിനെ കോടതി വെറുതെ വിട്ടത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇനി പഴയ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് മലയാളികളുടെ എന്തെങ്കിലും കേസിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാധ്യമ വിചാരണ നടത്തി ഒരാളെ എന്താ പറയുക തൂക്കിലേറ്റുന്ന ആ ഒരു സംഭവം, ആ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് സിനിമയായിക്കൊണ്ട് നല്ല സിനിമയാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. എന്തായാലും ദിലീപ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഴയ ആ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം.